റൈറ്റ് ടേൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ എന്നത്തെ പോലെ ഫിറ്റ്നസ് റിലേറ്റഡ് അല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അറിയാം ഞാൻ എന്നും വീഡിയോ എടുക്കുന്ന സ്ഥലമല്ല. അതായത് ഞാൻ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. 28-ാം തീയതിയാണ് വന്നത്. അത് കഴിഞ്ഞ് ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞ് ഇന്നാണ് ഫ്രീ ആയത്. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഇട്ടേക്കാമെന്ന്. അപ്പൊ നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായി അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അതായത് ഒരു മിന്ത്ര ഹോളാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വരുന്ന പ്രമാണിച്ച് കുറച്ച് ഡ്രസ്സസും ഷോപ്പിംഗും ഒക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഇട്ട ഡ്രസ്സാണിത്. ഈ ഒരു ഡ്രസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതൊരു റാപ്പ് ഡ്രസ് ആണ്. നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് ഇനി ഷേപ്പ് വലുതായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതാ ഇങ്ങനെ നിങ്ങൾക്ക് കെട്ടി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് ഓപ്പൺ ആണ്. അപ്പം നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് കണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചൊരു കാര്യമാണ്. ഇതിന്റെ ഒരു മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫോണിന്റെ മെറ്റീരിയൽ ആണ്. പിന്നെ ബീനക്കാണ് ഉള്ളത്. പക്ഷേ നെക്ക് ഇച്ചിരി ഒരു എന്താ പറയുക ഇച്ചിരി ഡീപ്പാണ്. ഞാനത് ഇവിടെ ഒരു സർഫ് ട്യൂബൻ കുത്തി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കുവാണ്. നല്ല ഡീപ്പായിട്ടുള്ള ഒരു നെക്കാണ്. അതുപോലെ ബെൽ സ്ലീവ്സ് ആണ്. നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ അറിയാം അല്ലേ. അപ്പം ഇനി നമുക്കിതൊന്ന് ഞാൻ നിങ്ങളെ ഫുൾ കാണിച്ചു തരാം ഇത് എങ്ങനെയാണുള്ളതെന്ന്. നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇച്ചിരി ട്രെൻഡി ആയിട്ട് ഡ്രസ്സൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പറ്റിയ ഒരു ഡ്രസ്സാണ്. നല്ല പ്യുവർ കോട്ടൺ ആണ് സാധനം. അതുപോലെ തന്നെ ത്രെഡ് വർക്ക് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഇതിങ്ങനെ ഒരു കട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര സ്റ്റൈലിഷ് ആണ് സാധനം. ഇതിന് ഇത് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ പോവാണ്. ബാക്കിൽ സിബ് ആണുള്ളത്. അപ്പൊ നമുക്ക് റിമൂവ് ചെയ്യാനും ഇടാനും ഒക്കെ വളരെ കംഫർട്ടബിൾ ആണ്. അതും സിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി സിബാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇതിന് ഈ ഒരു ബെൽറ്റ് ആക്ച്വലി ഈ ഒരു ബെൽറ്റ് ഇതിന്റെ അല്ല. ഞാൻ ഇതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബെൽറ്റ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഒന്നുകൂടെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ബെൽറ്റ് യൂസ് ചെയ്യാം. കാരണം നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ നമ്മളൊരു ഷേപ്പിൽ വരുന്നത് പോലെയുള്ള ഒരു ഇല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു ബെസ്റ്റ് ടെക്നിക്കാണിത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ സ്റ്റഡ് വെച്ചിട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഹോളിലെ തേർഡ് ഡ്രസ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് മസ്റ്റേർഡ് യെല്ലോ കളറ്. അതിനകത്ത് ചെറിയ ഫ്ലോറൽ പ്രിന്റ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പ്രിന്റ് ആണ് കേട്ടോ, അല്ലാതെ ത്രെഡ് വർക്കും ഒന്നുമല്ല, കംപ്ലീറ്റ് പ്രിന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് കൊടുത്തിരിക്കുന്നത് അവർ ബലൂൺ സ്ലീവ്സ് ആണ്. ഇവിടെ നമുക്കൊരു എന്താ പറയുക ഒരു ഇലാസ്റ്റിക് സംഭവമൊക്കെ ഉണ്ട്. അത് ബലൂൺ സ്ലീവ് പ്രോപ്പറായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഈ ഇടഭാഗത്ത് നമ്മുടെ വേസ്റ്റ് സൈസിനും ഇതേപോലെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്ട്രക്ചർ ഒക്കെ ഇടുമ്പോൾ കിട്ടും. അതുകൂടാതെ ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ ഒരു ഡിസൈൻ ഉണ്ട്. പിന്നെ ഇതിന്റെ പോലെ അത് നല്ല ഒരു ഭംഗിയാണ് ഇതിന് കൊടുക്കുന്നത്. അതുകൂടാതെ ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സ്ലിറ്റ് ഫ്രണ്ടിൽ ചെറിയ രീതിയിലൊരു സ്ലിറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇടാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പിലൊരു ടൈറ്റ്സോ ലെഗിൻസോ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ലെങ്ത് വരെ ഉള്ളത്. പിന്നെ എന്താ പറയുന്നത് ഇത് ഷിഫോൺ ആണ് മെറ്റീരിയൽ. കുറച്ച് ട്രാൻസ്പെറന്റ് ആണ്. ഞാൻ ഇത്രയും കാണിച്ച രണ്ടെണ്ണത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഇച്ചിരി ട്രാൻസ്പെറന്റ്. ആദ്യത്തെ ഷിഫോൺ ആണെങ്കിൽ അതിനകത്ത് ലൈനിങ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് ലൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ സൂപ്പർ കംഫർട്ടബിൾ ആണ്. നല്ല രസമാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. അപ്പൊ ഇത് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ഫ്ലോറൽ ഡിസൈനിലുള്ള ഒരു കമ്മൽ വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. അതിൻ്റെ ഒരു പ്രത്യേകത ഏകദേശം ഒരു ഷർട്ട് പോലെയാണ് ഇരിക്കുന്നത്. ചെക്കാണ് ഡിസൈൻ. ഇതെല്ലാം പ്രിന്റഡ് ആണ്. വൈറ്റ് ഓറഞ്ച് ആ ഒരു കോമ്പിനേഷൻ, ബ്ലൂ കളർ, നല്ല ഭംഗിയാണ്. ഇതിന്റെ ഫ്രണ്ടിലുള്ള ഈ ഹുക്ക് കാര്യങ്ങളെല്ലാം ഓപ്പൺ ആണ്. നമുക്കിപ്പോൾ
ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല ഒരു ഡ്രസ്സാണ്. പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ കോളറും കാര്യങ്ങളും ഒരു പ്രത്യേക ഭംഗി തരുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബെൽറ്റ് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരു സൈസ് കൂടുതൽ ഓർഡർ ചെയ്തതുകൊണ്ട് എൻ്റെ ഈ ബെൽറ്റ് എനിക്ക് ഭയങ്കര ലൂസാണ്. അപ്പോൾ എനിക്ക് ഇത് ശരിയാക്കി എടുക്കണം. ഇതിൻ്റെ ഒരു ഹോളൊക്കെ ഇട്ട് അതെങ്ങനെയെങ്കിലും ശരിയാക്കണം. അപ്പോൾ നിങ്ങളിത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ഡിസൈൻ പോലെ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇത് പോളി കോട്ടൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നല്ല സോഫ്റ്റ് കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഈ ഡ്രസ്സുകളുടെ ഒന്നും കളറ് പോത്തില്ല. കാരണം ഇതെല്ലാം ഞാൻ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഡെലിവറി ചെയ്ത സമയത്ത് തന്നെ ഞാനിത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും കളറ് പോയിട്ടില്ല. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ഹൂപ്പ് ഇയറിംഗ്സ് ആണ്. അപ്പം ഇത് ഇതിനെ കുറച്ചുകൂടി ഒന്ന് സ്റ്റൈലിഷ് ആക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്കിത് ഫുള്ള് കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ ഹാളിലെ ലാസ്റ്റിലത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ജീൻസ് ആണ്. ഈ ഡ്രസ്സ് ഞാൻ ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ജീൻ ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്തതാണ് ഹൈ വേസ്റ്റ് ജീൻസ്. ഹൈ വേസ്റ്റ് ജീൻസിന് നമ്മൾ ഇത്രയും എത്തും. അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല കേർവ് ഷേപ്പ് കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇവിടുത്തെയൊക്കെ ഒരു ഷേപ്പ് നല്ല പ്രോപ്പർ ആയിട്ട് അറിയാൻ പറ്റും ഇങ്ങനത്തെ ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ടമ്മി ഫാറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാൻ ബെസ്റ്റ് ഒരു കാര്യമാണ്. നമ്മൾ ലോ വേസ്റ്റ് ജീൻസ് ഇടുന്ന സമയത്ത് നമ്മുടെ വയറ് തൂങ്ങിക്കിടക്കുകയും ഈ സൈഡിലുള്ള ഫാറ്റ് ഉണ്ടല്ലോ, അതായത് ലവ് ആംഗിളിന്റെ ഫാറ്റ് ഒക്കെ കാണാൻ പറ്റും, ഭയങ്കര വിസിബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഫീൽ ചെയ്യില്ല. പക്ഷെ നിങ്ങൾ ഹൈ വേസ്റ്റ് ജീൻസ് ഇടുന്നത് വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ട്രൂ സൈസ് ഓർഡർ ചെയ്യുക. ഞാൻ എന്ത് ചെയ്തു 34 ആണ് ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് 28 മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ലൂസായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ അത് വാഷ് ചെയ്തു. പിന്നെ എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചു ടൈലറുടെ അടുത്തൊക്കെ കാര്യം പറഞ്ഞപ്പം ആംഗിളിൽ നല്ല രീതിയിൽ അത് കുറച്ച് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് സാധനം തന്നു. ആംഗിൾ ലെങ്ത് ആണ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ജീൻ തന്നെയാണ്, പക്ഷേ ഇച്ചിരി ഫ്ലെക്സിബിൾ ആണ്. മീൻസ് ഇലാസ്റ്റിക് പോലെ വലിയും, അതായത് ജെഗിൻസിന്റെ ഒക്കെ ഒരു ടൈപ്പായിട്ട് വരും. സൂപ്പർ സാധനമാണ്. അപ്പൊ ഞാൻ ബ്ലാക്കും ബ്ലൂ ആണ് ഓർഡർ ചെയ്തത്. ബ്ലൂവും ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്. ബ്ലൂ കളർ എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. ആക്ച്വലി അത് ഞാനൊന്ന് ഇട്ടു, അത് കഴുകാനായിട്ട് വാഷ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുമാണ്. അത് നിങ്ങൾ എന്നെ ഇട്ട് കാണിക്കുന്നില്ല. ഞാൻ എപ്പോഴെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കാണിക്കുമ്പോൾ ഞാനത് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ആ ഒരു ജീൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ ടിപ്പ് മറക്കണ്ട കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഇയറിംഗ് ഒരു ജുക്കി പോലത്തെ ഒരു ഇയറിംഗ് ആണ്. നിങ്ങൾ കാണുന്ന വെച്ചാൽ ഇൻഡോ വെസ്റ്റേൺ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇയറിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡോ വെസ്റ്റേൺ നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് ഹീൽസും കൂടി ഇതിൻ്റെ കൂടെ വന്ന് ആംഗിൾ ലെങ്ത്തും ഫ്ലാറ്റ് ഹീൽസും അതുപോലെ ഇതേപോലത്തെ ഒരു ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിൽവർ ജ്വല്ലറി ഇടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുടി പിന്നിയൊക്കെ ഇടാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. എനിവേ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീനാണിത് കേട്ടോ.